ഞങ്ങളുടെ നാട്ടിലെ ഒരു സുന്ദരിയുണ്ട്. നമുക്ക് നാളെ ഒന്ന് കണ്ടാലോ? ഇന്ന് സൺഡേ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നിങ്ങളോട് ഞാൻ ഇന്ന് എന്ത് കഥയാ പറയാന്ന് ആലോചിച്ചപ്പോഴാണ് ഈ സുന്ദരിയെ പറ്റി ഓർമ്മ വന്നത്. അപ്പൊ വായോ, കുന്നടയിൽ ഒരു സുന്ദരിനെ പരിചയപ്പെടാം. കുന്നിട എന്നുള്ളത് എന്റെ നാടാ കേട്ടോ. പത്തനംതിട്ടയ്ക്കും കൊല്ലത്തിനും നടുവിലുള്ള ഒരു കുഞ്ഞു ഗ്രാമം. മറ്റുള്ള സുന്ദരിയെ കാണാൻ പോകുന്ന പോലെ അല്ല കേട്ടോ ഇവളെ കാണാൻ പോകുന്നത്. കുറച്ച് കഷ്ടപ്പാടാ. കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലുള്ള മാജിക്കുകൾ കാണാലോ. പ്രകൃതി നമുക്ക് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ കരുതി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു കിടിലെ ഹിഡൻ സ്പോട്ടിലേക്ക് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. പോയാൽ മാത്രം പോരാ, ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനുള്ള കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വയ്യ, കുറച്ച് ടയേർഡായി. രാവിലെ 5:30 എണീറ്റ് ഉറക്കവും കളഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഞങ്ങൾ ഏകദേശം ആ സുന്ദരിയുടെ അടുത്തെത്തി. നോക്ക്, കയറി ചെല്ലുമ്പോഴേ നമ്മളെ സ്വീകരിക്കുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്നറിയോ. ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി നമുക്ക് വേണ്ടി ഒരുപാട് മാജിക്കൽ സ്പോട്ടുകൾ ഇതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്, അഞ്ചുമലപ്പാറ. ഞാൻ പറഞ്ഞ സുന്ദരി. അല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ? അങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഞാനൊരു 100 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോ വന്നാലും എനിക്കൊരു മാജിക് ഇവിടെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മളെ പോസിറ്റീവ് ആക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് കണ്ടോ, ഒരാമയല്ലേ അത്? അതൊരു മാരക ക്രിയേറ്റിവിറ്റി ആയി പോയി. സത്യം പറഞ്ഞ 1 അല്ല 5 മലകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അഞ്ചുമലപ്പാറ, കൊടക്കണ്ണാമല, മുട്ടിയാക്കോട്, പുലിമല, അങ്കമല, അങ്ങനെ 5 പാറയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും അഞ്ചുമലപ്പാറയ്ക്ക് ഒരു ആനയുടെ ഷേപ്പ് ഇല്ലേ? ആ വീഡിയോ നോക്ക്. പണ്ട് അധികം ആർക്കും ഈ പാറയെ പറ്റി അറിയില്ലായിരുന്നു. ഒരു കൊറോണ വന്നപ്പോഴാണ് ഈ പാറയെ പറ്റി എല്ലാവരും അറിഞ്ഞതും ഭയങ്കരമായിട്ട് വൈറലായതും. പാറപ്പുറത്തായാലും ആസ് യൂഷ്വൽ നമ്മൾ ഫ്ലെക്സ് ചെയ്യുമല്ലോ. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള പാറയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പ്രകൃതിയെ നമ്മൾ വേണം കാത്തു സൂക്ഷിക്കാമെന്ന്. അത് ആരും മറക്കരുത്. അത്രേ ഉള്ളൂ. അപ്പോ ടാറ്റാ.